നമ്മുടെ ചുറ്റുപാടുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യർക്കെല്ലാം പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. മനുഷ്യരെല്ലാം സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. ഇങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായ മനുഷ്യരെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ നമുക്ക് എങ്ങനെ സ്വാധീനിക്കുവാൻ കഴിയും? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കായി ചെയ്യുവീൻ. നാം മറ്റുള്ളവരെ മനസ്സിലാക്കണം. അവരുടെ ആഗ്രഹങ്ങൾ, അഭിരുചികൾ, അവർ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതായ വിഷയങ്ങൾ, അവർ പ്രാധാന്യം കൊടുക്കുന്നതായ കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുത്താൽ മറ്റുള്ളവരെ നമുക്ക് സ്വാധീനിക്കുവാനായിട്ട് കഴിയും. മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണണം എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലും ഇത് വ്യക്തമാകുന്നു. നാം മറ്റുള്ളവരുടേതായ അഭിരുചികൾക്കും മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കും മറ്റുള്ളവരുടെ വിഷയങ്ങൾക്കും നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവരെ നമ്മിലേക്ക് ആകർഷിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് അവരുടെ മേൽ സ്വാധീനം ചെലുത്തുവാനായിട്ട് കഴിയുന്നു. അതിലൂടെ നാം ലക്ഷ്യം വെച്ചതായ കാര്യത്തിൽ നാം എന്താഗ്രഹിച്ചുവോ അത് നേടിയെടുക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് നാം മനസ്സിലാക്കുക.